എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചോറിനും ചപ്പാത്തിക്കും ഒപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് കറിയാണ്. ഇത് ഈസിയായി പ്രഷർ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വെൽക്കം ടു ദി വീഡിയോ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് തുവരപ്പരിപ്പാണ്. 1 കപ്പ് തുവരപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത്, ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, 3 പച്ചമുളക് 2ആയി കീറിയത്, ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 കപ്പ് വെള്ളം. കുതിർക്കാത്ത പരിപ്പാണെങ്കിൽ പരിപ്പിൻ്റെ 3 ഇരട്ടി വെള്ളം എടുക്കണം. 1 കപ്പ് പരിപ്പാണ് എടുക്കുന്നതെങ്കിൽ 3 കപ്പ് വെള്ളം എടുക്കണം. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. 3 വിസിൽ കേട്ട ശേഷം തീ അണച്ചിടാം. 15 മിനിറ്റ് നമുക്കിത് തുറക്കാതെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. പരിപ്പ് കറിയിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത്. കടു താളിക്കുന്ന സമയത്താണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി കടു താളിക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ 7-8 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും വറ്റൽമുളകും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർക്കാം. ചെറിയ ഉള്ളി ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളി കളർ മാറി വന്നിട്ടുണ്ട്. ഇത് വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കാതെ ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഈസി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പത്തിരിയുടെയും കൂടെ ഒക്കെ ചൂടോടെ വിളമ്പാം. മറ്റൊരു ഈസി റെസിപ്പിയായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.